प्यारे बच्चे नमस्कार। आज हम एक नया पाठभाग पढ़ना शुरू होता है। ठीक है, हम पहले दो पाठ पढ़ते थे। ठीक है, नेक्स्ट पार्ट 3। देखो सबके हाथ में पाठ्य पुस्तक है। देखो पाठ्य पुस्तक हाथ में लेकर देखो क्या है। हाँ, यह एक चित्र है, इसमें कुछ नहीं है, हमें पढ़ने के लिए कुछ नहीं है, लेकिन हमको बच्चे ये चित्र निरीक्षण करना चाहिए। चित्र देखकर इसमें क्या क्या है। ये पाठभाग मेरे लिए नहीं है, आपका बच्चों के लिए देता है। देखो बच्चे देखो ये कैसा चित्र है। ये पाठभाग पार्ट 3 मॉल में। मॉल क्या है? मॉल शब्द हमारे मन में आते समय हमको खुश आता है। क्यों? मॉल शब्द का अर्थ है माल। हमको 2-3 माल का नाम सबके मन में आते हैं ना। ठीक है, कौन कौन है? फर्स्ट वन लुलु मॉल। सबको वहां जाना पसंद है, खुश से जाना है। फर्स्ट वन लुलु मॉल। ग्लेंस मॉल के बारे में सुनते हैं। लुलु मॉल, ग्लेंस मॉल। मॉल का विशेषता क्या है? मॉल एक बड़ा मकान है, उसके अंदर ज्यादा दुकान है। खिलौने की दुकान है, किताबों की दुकान है, और मिठाई वाला है, और क्या है? खेलने का जगह है, बच्चों को खेलने का जगह है। ज्यादा लोग वहाँ आते जाते हैं, है ना। मॉल शब्द मॉल सेम है। मॉल शब्द का अर्थ है मॉल का विशेषता क्या है? मॉल का अर्थ है एक बड़ा मकान में ज्यादा दुकान है, ज्यादा दुकानें वहां देखा सकता है। ठीक है, देखो ये पाठभाग में देखो मॉल के एक मॉल का अंदर चित्र दिया जाता है। देखो छात्र इस चित्र के बारे में बातचीत करें। बच्चों अपने दोनों ഇത് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു വർക്കാണ്. നമുക്ക് ഈ പാഠഭാഗം തന്നിരിക്കുന്നത് കുട്ടികൾ ഗ്രൂപ്പായിട്ട് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഗ്രൂപ്പായിട്ടിരുന്ന ഒരു വർക്കും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ നമ്മുടെ പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ഗ്രൂപ്പായിട്ട് ഒരു വർക്കും നമുക്ക് കൂടി ഇരുന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പാഠഭാഗം ഈ പിക്ചർ നന്നായിട്ട് നിരീക്ഷിക്കുക. എല്ലാ സൈഡും നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. ഇത് എന്തിന്റെ ചിത്രമാണെന്നാ മിസ് പറഞ്ഞത്? एक മോൾ. എന്താണ് മോൾ എന്ന വാർഡ്? മാൾ ശബ്ദ കാ അർത്ഥ ഹേ. മാൾ എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, റിലയൻസ് മാള്, ലുലു മാൾ എന്നൊക്കെ കേട്ടില്ലേ. എന്താ അതിന്റെ പ്രത്യേകത? മാൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കെട്ടിടം അല്ലെ, വലിയ ഒരു ബിൽഡിങ്ങില് ധാരാളം കച്ചവടം അവിടെ ഉണ്ടാവും അല്ലെ, ധാരാളം ഷോപ്പുകൾ, ധാരാളം കടകൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. നമുക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങാം, ബേക്കറി ഐറ്റംസ് ഉണ്ട്, പുസ്തകങ്ങൾ വാങ്ങാം, ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങാം, പിന്നെ കുട്ടികൾക്ക് കളിക്കാനായി ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. നമുക്കവിടെ കുറേ സമയം ചിലവഴിക്കാനുള്ള ധാരാളം പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒത്തിരി കടകൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നതിനാണ് മാൾ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് പിക്ചറിൽ തന്നിരിക്കുന്ന ഒരു മോളിന്റെ പിക്ചറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്താ ചെയ്യാ? ഛാത്ര ചിത്രക്ക് ബാരേമേ ബാത്ചീത് കരീ. നിങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിക്കുക ഗ്രൂപ്പുകളായിട്ട്. എങ്ങനെ? ഛാത്രോങ്കോ ഗുഡോമേ ബാണ്ട്കർ ബാത്ചീത് കർണേ. ഗ്രൂപ്പായിട്ട്, കുട്ടികൾ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരുന്ന് ഈ പിക്ചറിനെ കുറിച്ച് ഒരാൾ പറയുന്ന കാര്യം ആയിരിക്കില്ല മറ്റുള്ള ഒരാളുടെ മനസ്സിൽ തോന്നുക. അപ്പൊ അങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഇത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ചിത്രമേ ദിഖായി ഗയി ചീസേ മേ കിനി 10 ചീസോം കാ നാം ലിഖോ. ഈ പാഠഭാഗത്തിൽ തന്നിരിക്കുന്ന നമ്മളെ കാണിച്ചിരിക്കുന്ന പിക്ചറിൽ നിന്ന് കിനി 10 ചീസോം കാ 10
10 चीजों का नाम लिखो. Write the names of 10 things. How many? Write names of 10 things you see in the picture. ഈ പിക്ചറിൽ കാണുന്ന 10 കാര്യങ്ങൾ, 10 പിന്നെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് കാണുന്നതെന്ന് നിങ്ങൾ പിക്ചറിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ 10 സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ദേഖോ, മിസ് ഒരു പ്രാവശ്യം ഒന്ന് ഓറലായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ തനിയെ എഴുതി നോക്കുക. മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ തനിയെ എഴുതുന്നതാണ്. അപ്പോൾ മിസ് ഒരു ഔട്ട്ലൈൻ പോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് തനിയെ ഒന്ന് എഴുതി നോക്കുക. 10 കാര്യങ്ങൾ എഴുതി നോക്കുക. നമ്മൾക്ക് ഇവിടെ കാണുന്ന 10 റൈറ്റ് ദ നെയിംസ് ഓഫ് 10 തിങ്സ്, 10 കാര്യങ്ങൾ, 10 വേർഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ചറിൽ തന്നിരിക്കുന്നത്. देखो നോക്കിയേ, मोल में क्या क्या है. पिक्चर चित्र देखो. मोल में हम क्या क्या देखते हैं. देखो, पहले देखो एक यह एक मॉल का चित्र है. यह क्या है? एक क्या चित्र है? यह एक मॉल का चित्र है. एक मॉल का चित्र है. यहाँ कई लोग आते जाते हैं. ഇവിടെ ഒന്നോ രണ്ടോ പേരാണോ വരുന്നത്? അല്ല. मॉल में कई लोग आते हैं और जाते हैं. मॉल में कई लोग आते जाते हैं. यहाँ कई तरह के दुकानें हैं. दुकान क्या है? शॉप. यहाँ कई तरह के दुकानें हैं. चित्र में देखो ये क्या क्या दुकान है. किताबों की दुकान है. किताबों की दुकान, बुक स्टॉൾ. ബുക്കുകൾ വിൽക്കുന്ന ഒരു കടയുടെ പിക്ചർ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ കുട്ടികൾ അവിടെ എന്താ ചെയ്യുന്നത്? ഓരോരുത്തരും വന്ന് ബുക്കുകൾ നോക്കുന്നുണ്ട്. മോൾ में क्या है? മോൾ में एक किताबों की दुकान है. एक बुक स्टॉൾ, ഒരു ബുക്ക് സ്റ്റോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെയോ, പിന്നെന്താ ഉള്ളത്? यहाँ बच्चे अपने माता पिता के साथ आते हैं. बच्चे अपने माता पिता के साथ मॉल में आते हैं. नेक्स्ट देखो, बच्चे बुक स्टॉल, किताबों की स्टॉल में, किताबों की दुकान में बुक देखते हैं. ബുക്ക് സ്റ്റോളിൽ കുട്ടികൾ എന്താ ചെയ്യുന്ന? ബുക്കുകൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അല്ലെ. ബുക്ക് സ്റ്റോൾ में पिक्चर देखो, बच्चे किताबों की दुकान में बुक देखते हैं. देखना, वॉच इट, निरीक्षिക്കുക. നോക്കുക. और पास है किताबों की दुकानों के पास क्या है? एक खिलौने की दुकान है. खिलौना, टॉयज. ഒരു ടോയ് ഷോപ്പ് ഉണ്ട് അല്ലേ. इसके पास एक किताबों की दुकान है. इसके पास एक खिलौने की दुकान है. खिलौना, टॉयज. बच्चे बुक स्टॉल में बुक देते हैं और बच्चे खिलौने खरीदते हैं. इस दुकान से बच्चे क्या खरीदते हैं? खिलौने खरीदते हैं. खिलौना, टॉयज, കളിപ്പാട്ടങ്ങൾ. एक लड़की गुब्बारा खरीदती है. देखो, एक गुब्बारे वाला है. गुब्बारा क्या है? बलून. गुब्बारा, बलून. ഒരു പെൺകുട്ടി അവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? ബലൂൺകാരന്റെ കയ്യിൽ നിന്നും ബലൂൺ വാങ്ങുന്ന പിക്ചർ നമ്മൾ കാണുന്നില്ലേ? देखो, एक लड़की गुब्बारा वाले से गुब्बारा खरीदती है. ठीक है. नेक्स्ट देखो, वहां पास एक कौन है? आइसक्रीम वाला है. बच्चों को सबसे पसंद चीज क्या है? आइसक्रीम. आइसक्रीम का वो ठंडा और स्वीटनेस बच्चों को मजे से खाते हैं, है ना. बच्चे आइसक्रीम वाला के पास है. वहां में का आइसक्रीम वाला है. आइसक्रीम का दूसरा वर्ड है कुल्फी. कुल्फी सेम मीनिंग आइसक्रीम वाला. देखो, वहां में का आइसक्रीम वाला है. बच्चों आइसक्रीम खरीद कर मजे से खाते हैं. बच्चे वहां से आइसक्रीम खरीद कर मजे से खाते हैं, है ना. देखो बच्चे, देखो हम आइसक्रीम खरीद कर मजे से वो खाते हैं. देखो, वहां और दूसरे एक जगह है. वहां खेलने का जगह है. बच्चों को मनोरंजन के लिए खेलने का अवसर वहां मिलते हैं. बच्चों को खेलने का जगह है. बच्चे മെറി ഗോ റൗണ്ട്. देखो, കുട്ടികൾ എന്താ അവിടെ കളിക്കുക? മെറി ഗോ റൗണ്ട്. ഇങ്ങനെ കറങ്ങുന്ന അതിന് നമ്മൾ എന്താ പറയാ? മെറി ഗോ റൗണ്ട്. ഹിന്ദിയിലും അങ്ങനെ തന്നെയാ പറയാ, മെറി ഗോ റൗണ്ട്. ബच्चे क्या करते हैं वहां? മെറി ഗോ റൗണ്ട് में खुशी से खेलते हैं. ഉണ്ടോ? ഓരോ കുട്ടികളും വളരെ സന്തോഷത്തോടു കൂടി അവിടെ കളിക്കുകയും ചെയ്യുന്നുണ്ട്. और क्या है?
ज्यादा बच्चे मिठाई वाले के पास है. കുറച്ച് കുട്ടികൾ എവിടെയുണ്ട്? മിഠായി വാല അവിടെ ബർഗർ കഴിക്കുന്നു. ബേക്കറി ഐറ്റംസ് ഉണ്ട് അല്ലേ? മസേസെ അവർ വളരെ സന്തോഷത്തോടു കൂടി ക്യാ ഖാത്തെ ഹേ? മിഠായി. മിഠായി മീൻസ് സ്വീറ്റ്സ്. സ്വീറ്റ്സ് കഴിക്കുന്നു. പിന്നെന്താ ചെയ്യാ? മിഠായിയാ ഖരീദത്തെ ഹേ. അവര് എന്താ അവർക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ അവര് വാങ്ങുകയും ചെയ്യുന്നു. അപ്പൊ ഈ പിക്ചറിൽ ഇതൊക്കെയല്ലേ കാണുന്നത്? മിസ് ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. സെന്റൻസ് ഗ്രാമർ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി നോക്കുക. ठीक है? देखो मिस ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു നോക്കുക. एक एक मॉल का चित्र है. एक किसका चित्र है? एक मॉल का चित्र है. यहाँ कई लोग आते जाते हैं और कई तरह के दुकानें हैं. ज्यादा दुकानें हैं. दुकान मीन्स शॉप. कई तरह के दुकान हम यहाँ मिलता है. देखो यहाँ बच्चे अपने माता पिता के साथ आते हैं. കുട്ടികൾ തനിയാണ് മോളിലേക്ക് പോവുക? അല്ല, बच्चे माता पिता के साथ मॉल में आते हैं. कई बच्चे बुक स्टॉल में किताब देखते हैं. बुक स्टॉल किताबों की दुकान. ज्यादा बच्चे किताबों की दुकान में क्या देखते हैं? किताब देखते हैं. और बच्चे खिलौने खरीदते हैं. टॉयज. खिलौना टॉयज. बच्चे क्या खरीदते हैं? खिलौने खरीदते हैं. और देखो एक लड़की क्या खरीदता है? गुब्बारा. गुब्बारा बलून. एक लड़की गुब्बारा खरीदती है. और क्या है? इसके पास एक आइसक्रीम वाला है, कुल्फी वाला आइसक्रीम. बच्चे बहुत मजे से, ज्यादा मजे से आइसक्रीम खाते हैं, है ना? देखो बच्चे आइसक्रीम खरीद कर मजे से खाते हैं. और दूसरा भाव में क्या है? वहाँ खेलने का जगह है. ये खेलने का प्लेइंग एरिया, खेलने का जगह है. वहाँ बच्चे मरी गो राउंड में मजे से बैठते हैं और खेलते हैं, है ना? ठीक है? देखो और क्या है? ज्यादा बच्चा मिठाई वाले के पास है. मिठाई वाला ബേക്കറി ഐറ്റംസ്, ബേക്കറി പലഹാരങ്ങൾ വാങ്ങാനായിട്ട് കുറെ കുട്ടികളുടെ നിൽക്കുന്നു. ठीक है? ഇത്രയും കാര്യങ്ങളാണ് കാണുന്നത്. ज्यादा बच्चे मिठाई खरीद कर मिठाई खरीदते और खाते, है ना? ठीक है? ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വേർഡുകൾ, ഇതിൽ നിങ്ങൾക്ക് പ്രയാസമുള്ള വേർഡുകൾ 10 വേർഡുകൾ കിട്ടുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. देखो एक इसका चित्र है. ये एक मॉल का चित्र है. एक मॉल. देखो इसमें फर्स्ट वन मॉल. मॉल शब्द का अर्थ सबको मालूम है. मॉल मॉल सेम मीनिंग. नेक्स्ट वन किताबों की दुकान. बुक स्टॉल. किताबों की दुकान. बुक स्टॉल. बुक स्टॉल का हिंदी वर्ड क्या है? बुक स्टॉल. बुक स्टॉल किताबों की दुकान. क्या है? किताबों की दुकान. किताबों की दुकान. और क्या है? बुक स्टॉल. हिंदी बुक स्टॉल എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് വൺ ബലൂൺ. ബലൂൺ. ബലൂൺ ശബ്ദത്തിന്റെ ബലൂൺ എന്ന വേർഡിന് ഹിന്ദിയിൽ എന്താ പറയാ? ഗുബ്ബാര. ബലൂൺ ശബ്ദം क्या है? बलून. गुब्बारा. ബലൂൺ ഗുബ്ബാര. നിങ്ങൾക്ക് തനി എഴുതാൻ വേണ്ടി കുറച്ച് വേർഡിന്റെ നിങ്ങൾക്ക് ഹിന്ദി അറിയില്ല, അതുകൊണ്ടാണ് മിസ് അത് എഴുതി തരുന്നത്. നെക്സ്റ്റ് വൺ ഐസ്ക്രീം. ഐസ്ക്രീമിന് ഹിന്ദിന് ഐസ്ക്രീം എന്ന് തന്നെ എഴുതാം. കുൽഫി. കുൽഫി എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം എന്നർത്ഥം. നെക്സ്റ്റ് വൺ ഐസ്ക്രീം. कुल्फी. कुल्फी और आइसक्रीम. आइसक्रीम हिंदी करें. आइसक्रीम. कुल्फी शब्द आइसक्रीम. नेक्स्ट वन टॉयज. टॉयज खिलौना. ठीक है? खिलौना टॉयज. खिलौना. खिलौना का अर्थ है टॉयज. खिलौना टॉयज. नेक्स्ट वन और एक शब्द क्या है? हाँ खुश. हैप्पी.
കുട്ടികളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു അല്ലേ? ഹാപ്പി, ഹാപ്പി. ഖുഷ്, ഖുഷ്, ഹാപ്പി. നെക്സ്റ്റ് വൺ ലോഗ്. കൈ ലോഗ് ആത്തെ ജാത്തെ ഹെ. ലോഗ്, ലോഗ് എന്താ ഹിന്ദി പറയാം? ലോഗ്, ആളുകൾക്ക് ഹിന്ദിയിൽ പറയുന്നതാണ് ലോഗ്. പീപ്പിൾ, പീപ്പിൾ, അതെന്താ ലോഗ്. ഇത്രയും വേർഡ് നിങ്ങൾക്ക് സെന്റൻസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ വേർഡുകളൊക്കെ ആവശ്യമായി വരും. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ പറയാണ്. മാൾ, മാൾ ശബ്ദം ഹിന്ദിയിലും മാൾ എന്ന് തന്നെ പറയാം. ചില വേർഡ് ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഹിന്ദിയിലും എഴുതുക. നെക്സ്റ്റ് വൺ ബുക്ക് സ്റ്റോൾ. ബുക്ക് സ്റ്റോൾ ഹിന്ദിയിലും ബുക്ക് സ്റ്റോൾ എന്ന് എഴുതാം. പിന്നെ കിതാബോം കി ദുക്കാൻ, സെയിം മീനിങ് ബുക്ക് സ്റ്റോൾ, കിതാബോം കി ദുക്കാൻ. नेक्स्ट वन बेलून, बेलून गुब्बारा, गुब्बारा शब्द है बेलून. नेक्स्ट वन आइसक्रीम, आइसक्रीम सेम वर्ड आइसक्रीम. और कुल्फी, कुल्फी आइसक्रीम. नेक्स्ट वन टॉयज, टॉयज शॉप, खिलौने की दुकान, खिलौना टॉयज. नेक्स्ट वन खुश, सब बच्चे खुश है, खुश हैप्पी. नेक्स्ट वन शॉपकीपर, कई शॉप है वहां शॉपकीपर, शॉपकीपर दुकानदार, കടക്കാരൻ, കച്ചവടക്കാരൻ, दुकानदार. नेक्स्ट वन पीपल, पीपल लोग, पीपल शब्द का अर्थ है लोग. ठीक है. അപ്പോൾ നിങ്ങൾ ഇതിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. നമ്മൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസറോ പര്യായ ശബ്ദമോ വിലോമ ശബ്ദമോ ഇതൊന്നും പഠിക്കാനില്ല. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ പിക്ചർ നിങ്ങളൊന്ന് നന്നായി നോക്കിയിട്ട് ഇതിനെക്കുറിച്ച് 10 വാക്യങ്ങൾ എഴുതാനാണ്. അപ്പോൾ നിങ്ങൾ തനിയെ എഴുതി നോക്കുക. ടീക്കേ. നമുക്കിനി അടുത്ത പാഠം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇതിനെക്കുറിച്ച് ഇനി വ്യാകരണ ഭാഗങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ നന്നായി മനസ്സിലാക്കിയിട്ട് തനിയെ സെൻറ്റൻസ് എഴുതി നോക്കുക. ടീക്കേ. ധന്യവാദം.